തിരുവനന്തപുരത്ത് വക്കത്ത് ഒരു കുടുംബത്തിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. വക്കം ഫാമേഴ്സ് സഹകരണ ബാങ്ക് ജീവനക്കാരൻ അനിൽകുമാർ, ഭാര്യ ഷീജ, 2 ആൺമക്കൾ എന്നിവരാണ് മരിച്ചത്. കടബാധിതയാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, ദാരുണമായ ദുഃഖകരമായ സംഭവമാണ്. ഒരു കുടുംബത്തിലെ 4 പേർ മരണപ്പെട്ടിരിക്കുന്നുവെന്ന്, ആത്മഹത്യ, സാമ്പത്തിക ബാധ്യതകളാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് പോലീസ് പറയുന്നത്? തീർച്ചയായും മനു, ഏതായാലും ഒരു കുടുംബത്തിലെ 4 പേരാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഈ കുടുംബത്തിനുണ്ടായിരുന്ന കടബാധ്യത മൂലമാണ് ഈ ആത്മഹത്യ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ചിറയൻകീഴ് വർക്കലയ്ക്ക് സമീപം ചിറയൻകീഴ് വക്കത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇവർ 4 പേരെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ആരൊക്കെയെന്ന് വെച്ചാൽ വക്കം ഫാമേഴ്സ് സഹകരണ ബാങ്ക് ജീവനക്കാരനായിട്ടുള്ള അനിൽകുമാറിൻ്റെ ഭാര്യ ഷീജ, ഇവരുടെ 2 ആൺമക്കൾ, ഇവരെ 4 പേരെയുമാണ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ നാട്ടുകാരാണ് ഈ കടക്കാവൂർ പോലീസിനെ ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരം അറിയിക്കുന്നത്. ഏതായാലും പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പോലീസിൽ നിന്നും നമുക്കറിയാൻ സാധിക്കുന്നത്, കുടുംബത്തിനുണ്ടായിരുന്ന കടബാധ്യത മൂലമാണ് കുടുംബം ആത്മഹത്യയിലേക്ക് നീങ്ങിയത് എന്നുള്ളതാണ്. ഏതായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള പരിശോധനകൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ഈ മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാവൂർ പോലീസ് കടക്കുന്നൊരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ. ഏതായാലും ഇത് സംബന്ധിച്ച് കടബാധ്യത തന്നെയാണോ കാരണം എന്നത് സംബന്ധിച്ച് ഉള്ള പരിശോധനയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ പരിസരവാസികൾ, അതോടൊപ്പം തന്നെ ബന്ധുക്കൾ, എല്ലാവരെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്ന നടപടികളിലേക്ക് കൂടി പോലീസ് ഇതിനകം തന്നെ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ ദാരുണമായ സംഭവം എങ്ങനെയാണ് പുറത്തറിഞ്ഞത്? ഇത് നാട്ടുകാരാണ് ഇത്തരത്തിലൊരു സംഭവത്തെക്കുറിച്ച് ഇവരിൽ ഈ വീട്ടിൽ നിന്ന് ആരെയും പുറത്തേക്ക് കാണാത്തതിനെ തുടർന്ന് അവിടേക്ക് എത്തി നടത്തിയ പരിശോധനയെ തുടർന്നാണ് ഇത്തരത്തിൽ ഇവർ 4 പേരും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അതേ തുടർന്നാണ് നാട്ടുകാർ തന്നെയാണ് ഈ വിവരം പോലീസിനെ അറിയിക്കുന്നത്. കടക്കാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയാണ്. കടക്കാവൂർ പോലീസ് സ്റ്റേഷനെ അറിയിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ പോലീസ് ഇവിടെ എത്തി 4 പേരുടെയും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഏതായാലും ഇനിയിപ്പോൾ മറ്റു തുടർ നടപടികളിലേക്ക് കൂടി പോലീസ് കടന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് മനു. ഇപ്പോഴും മൃതദേഹങ്ങൾ വീട്ടിൽ തന്നെയാണോ? അവിടുന്ന് മാറ്റുന്നതേ ഉള്ളോ? തീർച്ചയായും മൃതദേഹങ്ങൾ വീട്ടിൽ നിന്നും മാറ്റിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി വേണം മൃതദേഹങ്ങൾ ഇവിടെ നിന്നും വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പോലീസ് സ്വീകരിച്ചു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ടതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പോലീസിനെ ഈ വിവരം നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് തന്നെ ഉടൻ തന്നെ പോലീസ് ഈ വീട്ടിലേക്ക് എത്തുകയും ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് മറ്റു ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇനി ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ എത്രയും വേഗം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയായിരിക്കും മൃതദേഹങ്ങൾ ഇനി ഇവരുടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ആത്മഹത്യയിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എത്തിയത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണവും പോലീസ് ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മനു, വിവരങ്ങൾ നൽകിയത് ഷീജ തിരുവനന്തപുരത്ത് നിന്ന്. ഒരു കുടുംബത്തിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയാണ് നമ്മുടെ മുൻപിലേക്ക് എത്തിയത്. സാമ്പത്തിക ബാധ്യതയാണ് ഈ ദുരന്തത്തിന് കാരണമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റും. വിവരങ്ങളാണ് ഷീജ നൽകിയത്.